Bam. അയ്യോ യു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചില്ലറ പരിപാടികളല്ല, ഇച്ചിരി വലിയ പരിപാടികൾ തന്നെ. മമ്മിയും കൊണ്ട് ആദ്യം ഒന്ന് പട്ടാഴിക്ക് പോകണം. മമ്മി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ മാത്രമല്ല, മമ്മിയുണ്ട്. ഹലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പട്ടാഴിക്ക് പോകട്ടോ. 3 ആവശ്യങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാഴി ചെന്നിട്ട് ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഒരിടത്ത് ഏൽപ്പിക്കണം. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് ഒരാളെ ഏൽപ്പിക്കണം. അതൊന്ന്. 2 കൊട്ടാരക്കര പോയിട്ട് മമ്മിക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് കൊല്ലത്തേക്ക് പോകുന്നു. കൊല്ലത്ത് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഐക്യുവിൻ്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് കിട്ടി. അതൊന്ന് മാറാമെന്നുള്ള രീതിയിൽ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ഇപ്പം ഡിസ്പ്ലേയുടെ പരുവം ഞാൻ നിങ്ങളെ കാണിക്കാം. അവിടെ എത്തിയിട്ട് പട്ടാഴി എത്തിയിട്ട്. അപ്പോൾ അതൊന്ന് മാറണതാണ് പ്രധാന കാര്യം. അത് പക്ഷേ 2 മണിക്ക് മുമ്പ് എത്തണം. ഇപ്പോൾ സമയം 11:37 11:30 കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് മാറണം. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി. പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കൊല്ലത്തൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ള രീതിയിൽ മമ്മിയുടെ കൂടെ. അപ്പോൾ ഇന്ന് ഡേ വിത്ത് മൈ മോം സംഭവമായിരിക്കും. ഞാനും മമ്മിയും ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കൊല്ലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. മമ്മിയുടെ ഓരോരോ തമാശ. മമ്മി അതിപ്പോഴാണോ കാണുന്നത്? ഒരു വീട് വന്ന കാര്യമോ? ആ, മമ്മിയുടെ കൈ മമ്മിയുടെ സാധനം ഇട്ടില്ലേ? ആഹാ, നല്ലതാ. മറന്നു പോയതാണോ അതോ? അമ്മ അത് ശരിയാവാൻ വേണ്ടി ഇല്ലയോ പറയുന്നേ? അത് ഒന്നും എടുക്കുന്നില്ല. അമ്മ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നേ ഇല്ലയോ അതും വെച്ച്? എന്തുവാ അമ്മ, സൂക്ഷിച്ചില്ലേ അതങ്ങ് പോവും. കൈക്ക് പണി കിട്ടിയിരിക്കും. എന്നാലും എന്താ കാര്യം, ഒരു പ്രയോജനവും ഇല്ല. 2 ദിവസം ആ സാധനം കിട്ടും. 3ന്റെ അന്ന് ഞാനത് കണ്ടിട്ടില്ല. മോശം മമ്മി, മോശം. അത് എവിടെ അമ്മി? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആണോ? മെഡിക്കൽ സ്റ്റോറിലോ? ഓക്കെ. അപ്പോൾ ആദ്യമേ ഉണ്ട്, തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫോൺ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇത് 2020 എടുത്ത ഫോണാണ്. കണ്ടാൽ പറയുമോ? എൻ്റെ ബാറ്ററി മാറിയതാണ്, എൻ്റെ ഒരു പ്രാവശ്യം ഡിസ്പ്ലേ മാറിയതാണ്. ഏകദേശം 6 വർഷമായി ഈ ഫോൺ എടുത്ത്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് സംഭവം ഇപ്പോഴും ടോപ്പ് ലെവലായിട്ടോ. കാരണം അന്ന് 2020 ഞാൻ മേടിച്ചപ്പോൾ ഇതിന് 12 GB റാമും 256 GB സ്റ്റോറേജും ഉണ്ട്. ഇപ്പോഴത്തെ ഫോണിലും അത് ചെറിയ കാര്യമൊന്നുമല്ല. 12 GB റാമും 256 GB സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓണാക്കി, പക്ഷേ നിങ്ങൾക്ക് കാണുന്നില്ല. പക്ഷേ എനിക്ക് കാണാം. ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാ പ്രശ്നം. ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്ത് എനിക്ക് തോന്നുന്നു വെള്ളം കയറിയതാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ തുറന്നു വന്നപ്പോഴാണ് ഇതിൻ്റെ പണി കിട്ടിയത്. ഇതിനകത്ത് വിഷയമായത് അതുകൊണ്ടാണ്. വെള്ളം കയറിയതാവാനേ ചാൻസ് ഉള്ളൂ, അല്ലാതെ വെറുതെ അടിച്ചു പോകത്തില്ല. അപ്പോൾ ഇതൊന്ന് ശരിയാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ കൊല്ലത്ത് സ്റ്റോക്കുണ്ട്. 1/2 മണിക്കൂർ എന്തായാലും അവിടെ പോസ്റ്റ് ആയിരിക്കും. പഴയ ഫോണാണെങ്കിലുമേ നമുക്ക് അങ്ങ് കളയാൻ തോന്നുന്നില്ല. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇതുകൊണ്ട് അങ്ങ് ശരിയാക്കിക്കാം എന്ന് വെച്ച് ഞാനങ്ങ് നിന്നു. മമ്മി അങ്ങോട്ട് പോയിട്ടുണ്ട്. മമ്മി അങ്ങോട്ട് പോയിട്ട് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലൊരു കടയുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കൊട്ടാരക്കര നേരെ കൊല്ലം. വേണ്ട, കഴിച്ചോ. മമ്മി പ്രിൻ്റൊക്കെ എടുത്തു. നമ്മൾ അടുത്ത പരിപാടി ഫ്രണ്ടിലൊരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. കട വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സലാലയുടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കാം. പെട്ടെന്ന് കൊടുത്തിട്ട് വരണേ. അങ്ങനെ പട്ടാഴിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. 12 മണിയായി കേട്ടോ. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മിക്ക് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്തിട്ട് കൊട്ടാരക്കരയ്ക്ക് പോവാന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, മമ്മി വണ്ടിക്കകത്ത് ഓട്ടുകാരെ എടുത്ത് വെച്ച് അതിന്റെ കൂട്ടത്തിൽ മമ്മി ഒരു തേങ്ങയും കൊണ്ടുവച്ച്. തേങ്ങ പനലായിരുന്നു. അപ്പൊ അത് കൊണ്ടു കൊടുത്താല് പറഞ്ഞ് പനലാണ് ഈ കൊണ്ടു കൊടുത്താല് തിരിച്ചു വേറെ തരാം. ഞാനത് വെച്ചിരുന്നു. ഞാൻ ഇന്ന് പട്ടാഴിയിലോട്ട് വന്നപ്പോ എടുത്തോണ്ട് വന്നത് തേങ്ങയും മേടിച്ച് പച്ചക്കറിയും മേടിച്ച്. വെണ്ടയ്ക്ക പിള്ളേരാകുമ്പോ അതെല്ലാം അങ്ങ് പിന്നെ മുറ്റിയ വെണ്ടയ്ക്ക എടുത്തങ്ങ് കൊടുത്തു വിടും. നമ്മളത് ശ്രദ്ധിച്ചാ നമ്മള് മേടിക്കുന്നത്. അതിന്ന് ആ വെണ്ടയ്ക്ക മൊത്തം കൊണ്ട് കൊടുത്തിട്ട് വേറെ വെണ്ടയ്ക്ക മേടിച്ചു. അവന് പൈസയും കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അന്നേരം എന്നാ ചേച്ചി ഇല്ല പന്ന ചെറുക്കനായിട്ട് തന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വെണ്ടയ്ക്കയുടെ പൈസ ഞാൻ തന്നേക്കാം, പിന്നെ ഈ തേങ്ങയുടെ പൈസ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. തേങ്ങ എവിടുന്നാ മേടിച്ചു. അതുകൊണ്ട് എന്തുവാ സമയം അത്രയും പോയി. നമ്മൾ നോക്കട്ടെ, മിക്കവാറും കൊട്ടാരക്കര കയറത്തില്ലായിരിക്കും കേട്ടോ, സ്ട്രെയിറ്റ് കൊല്ലത്ത്. കാരണം 2 മണിക്ക് സർവീസ് സെന്റർ, അവിടെ 2 മണി വരെ അവർ സർവീസിനുള്ള സാധനങ്ങൾ എടുക്കത്തുള്ളൂ. സമയത്ത് പോയില്ല എങ്കിൽ പിന്നെ നമ്മൾ അവിടെ വരെ എത്തിയിട്ട് ചെന്നിട്ടൊരു ഗുണമില്ലാതായി. ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളിപ്പം സ്ട്രെയിറ്റ് കൊല്ലത്ത് പോകാൻ ശ്രമിക്കാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ
സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് ഒട്ടാരക്കര കയറി മമ്മിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും. നമ്മുടെ സൈഡിലോട്ടൊന്നും മഴ പെയ്തില്ല അല്ലേ മമ്മി? ഇവിടെയൊക്കെ നല്ല മഴ, ചന്നലിൽ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. ജൂൺ ജൂലൈ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ചില സമയത്തൊക്കെ മഴ പെയ്തോളെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഓർക്കുന്നു മമ്മി, നമ്മൾ മഴ നനഞ്ഞ് ഒരു റെയിൻകോട്ട് പോലും ഇല്ലായിരുന്നു. അന്ന് റെയിൻകോട്ട് ഇല്ല അല്ലേ? അന്നില്ല. മഴ പെയ്യുവാണെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് സ്കൂളിൽ പോവും. അവിടെ കുട ഉണ്ടായിരുന്ന പക്ഷെ പ്രയോജനമില്ല. വലിയ വലിയ മഴയാണെങ്കിൽ കാറ്റടിച്ച് മഴ നമ്മൾ എന്തായാലും നനയും. കുട ഉണ്ടെങ്കിലും നമ്മൾ നനയും. ഞങ്ങൾ ബുധനാഴ്ച ദിവസം വൈറ്റ് ആൻഡ് വൈറ്റാ, അതും ഇട്ടുകൊണ്ട് ഈ മഴയെ നനഞ്ഞ് ക്ലാസ്സിൽ പോയി ഇരിക്കണം. എന്തൊരു തണുപ്പാന്നറിയോ. അഥവാ കൊണ്ടുവരുന്ന വെള്ള ഡ്രസ് ഇത്രേ അഴുക്ക് പിടിച്ച് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ടിൽ കിടന്ന് ഉരുളുമായിരുന്നോന്ന് അറിയത്തില്ല. എന്നിട്ട് വന്നിട്ട് ഒരപ്പാ എന്തുവാ വാഷിംഗ് മെഷീനും അങ്ങനൊന്നും അത്ര അധികമായിട്ടൊന്നും ഇല്ല. കൈകൊണ്ട് ബ്രഷ് വെച്ച് ഒരച്ച് ബുധനാഴ്ച വീണ്ടും ഇട്ടുകൊണ്ട് പോണ്ടേ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം ഞങ്ങൾക്ക് വെള്ളയും എന്നുവെച്ചാൽ വൈറ്റ് ഷർട്ട്, വൈറ്റ് പാൻറ്, അതുപോലെ തന്നെ വൈറ്റ് ഷൂസ്. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്ലാസ് ആണെന്ന് ഓർക്കുന്നില്ല, 6-ലാണോ 7-ലാണോ പറഞ്ഞൂടെ. ഞങ്ങൾക്ക് വെനസ്ഡേ ആയിരുന്നു PT പീരീഡ്. അപ്പോൾ PT നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കും. ഫുള്ള് അഴുക്കാവും, വെള്ളം അങ്ങ് വല്ലാത്ത ചെളി പിടിച്ച പരുവാവും. എന്നിട്ട് അതും ഇട്ടുകൊണ്ട് ഞങ്ങൾ ബസ്സേ വരും. ഓ എന്ത് രസമാണ്. കൊട്ടാരക്കര മുട്ടമ്പലത്ത് മൈലത്ത് MGM സ്കൂളിലായിരുന്നു 10 വരെ. നമ്മൾ ശരിക്കും പൊളിച്ചിട്ടുണ്ട് MGM. ഈ വെള്ള ഡ്രസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് നമുക്ക് കലിപ്പ. എങ്ങനെ കഴുകിയെടുത്ത് വീണ്ടും അതേപോലെ ആക്കുമെന്നുള്ളത്. പിന്നെ ആ പ്രായം അതിൻ്റെയാന്നേ. പ്രായം നമ്മൾ കളിച്ച് ഇത് ചെയ്യേണ്ട ഒരു പ്രായമല്ലേ. ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ആ സമയമൊക്കെ. ആ സമയം ശരിക്കും പറഞ്ഞാൽ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി? 2010 നിന്ന് പഞ്ചാബിൽ നിന്ന് വരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ. 2016 വരെ ഞാൻ MGM. നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയ ഒരു സമയമായിരുന്നു. സന്തോഷമായിരുന്നു. അതെ, സന്തോഷമായിരുന്നു. ഇപ്പോഴത്തെ കൂട്ടൊന്നും അല്ല. അന്നെന്തോ സന്തോഷമാണ്. രാവിലെ ഒരുക്കി വിടാനും രാവിലെ 6:15 മമ്മി എണ്ണിക്കും അല്ലേ മമ്മി? 6:15 5 മണിയാകുമ്പോൾ മമ്മി എണ്ണിക്കും. 6:15 ജിബിനച്ചാച്ചന് സ്കൂളിൽ പോകണം. അല്ല, ട്യൂഷൻ സെന്ററിൽ പോകണം അല്ലേ? 6:15 ഒരു ബസ്സുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത്. അതിന് മുമ്പ് എല്ലാം റെഡിയാക്കണം. മമ്മി രാവിലെ എണ്ണിക്കും. എന്നെ രാവിലെ എണ്ണിപ്പിച്ചിട്ട് മമ്മിയുടെ കൂടെ അടുക്കള കൊണ്ടിരുത്തും. എന്നിട്ട് ഞാൻ ഇരുന്ന് വായിക്കും ബുക്ക്. വായന നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉറങ്ങിയില്ല. അയ്യോ, അതൊക്കെ ഒരു സമയമായിരുന്നേ. രാവിലെ എന്നെയും കിണ്ണിപ്പിക്കും. 5 മണിക്ക് മമ്മി എണ്ണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെയും കൂടെ കിണ്ണിപ്പിക്കും. എന്നിട്ട് നമ്മൾ ആദ്യമേ ഹോളി ഇരുന്ന് വായിക്കും. കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് കേൾക്കാത്ത മമ്മി പറയുമ്പോൾ അടുക്കള വന്നിരുന്ന് പഠിക്കാൻ പറയും. അടുക്കള വന്നിരിക്കുമ്പോഴും അവിടെ ഇരുന്ന് ഉറങ്ങും. നാട്ടില് 2010 വന്ന് ഭയങ്കര വിഷമം പിടിച്ച നാളുകളായിരുന്നു 2 വർഷം. എന്നുവെച്ചാല് നാട്ടിലെ ഒരു ജീവിതവും വെളിനാട്ടിലെ ജീവിതവും രണ്ടാണ്. നാട്ടിൽ വന്ന ഒരു സഹായത്തിന് ഒരാളില്ല. പ്രായമായ അമ്മ ഒന്നും അറിഞ്ഞൂടാ. ഞങ്ങക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ബസ്സിലാണ് എങ്ങനെ ബസ്സിൽ പോകും, ഒന്നും അറിഞ്ഞൂടാ. പോണം, പിന്നെ തിരിച്ചു വരണം. അന്ന് പിന്നെ കൺവീൻസ് ഒന്നും ഇല്ല. എല്ലാം ബസ്സിനകത്താ. പിന്നെ വെട്ടാനുണ്ട്, ഷീറ്റ് എടുത്തിടണം. ഭയങ്കരമായിരുന്നു, ബിസി ആയിരുന്നു. പക്ഷെ അതൊരു നല്ല ലൈഫായിരുന്നു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കത്തി തുടങ്ങി, മനസ്സിലായി. പഞ്ചായത്തിൽ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. എങ്ങനെയാ പഞ്ചായത്തിലെ കാര്യങ്ങള്, KSEBയുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കുന്നതെന്നോ നമ്മൾ. കാരണം പഞ്ചാബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഹൗസ് ഓണറിന്റെ കയ്യിലോട്ടും കറണ്ട് ബില്ലിന്റെ പൈസയും കൊടുക്കുമായിരുന്നു. പുള്ളിക്കാരൻ പോയി അടയ്ക്കുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞൂടാ. അക്കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് നേരെ പട്ടാഴിയിലോട്ട് പോയാൽ മതി. പട്ടാഴിയിൽ എല്ലാം ഉണ്ടായിരുന്നു. അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. ഇന്ന് കുറച്ചും കൂടെ വലുതായി. മേളിലോട്ട് മതി. മിറ്റത്താ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഇറങ്ങുക, റോഡിലോട്ട് ഇറങ്ങുക, കൈ കാണിക്കുക, ബസ്സിൽ കയറുക. എന്നിട്ട് മുറ്റത്ത് തന്നെ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു ഗുണം ഉണ്ടായിരുന്നു. പട്ടാഴി തന്നെ
അതുപോലെ തന്നെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം വേണമെങ്കിൽ കടയിൽ പോകണം. ഇപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, സാധനം വീട്ടിലെത്തും. ഗ്രോസറീസ് മിക്കുള്ള ഗ്രോസറീസ് ഐറ്റംസ് ഒക്കെ നേരെ വീട്ടിലെത്തിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ എല്ലാം അപ്ഡേറ്റ് ആയല്ലോ, പല കാര്യങ്ങളും അപ്ഡേറ്റ് ആയതുകൊണ്ട്. അതെന്താ അമ്മ അങ്ങനെ പറയാൻ കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, എടുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ ഒരുപാട് എളുപ്പമായില്ലോ അമ്മി. അന്ന് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടുണ്ടായിരുന്നു. അത് ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് ശരിയാ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം വേണ്ടപ്പോ ഫോൺ എടുക്കുക, ഓർഡർ ചെയ്യുക. ആൾക്കാരെ നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല, സാധനങ്ങൾ വീട്ടിലെത്തും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ വെളി ഇറങ്ങിയേ പറ്റൂ. മാറ്റങ്ങൾ, അതെ അതെ, 10-15 വർഷം കൊണ്ടുണ്ടായ മാറ്റം. എന്താ അതെന്താ ഉദ്ദേശിച്ച അമ്മി? എന്നുവെച്ചാൽ നമ്മൾ ആൾക്കാരെ ഒന്നും കാണുന്നില്ല, അപ്പൊ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഓക്കെ. അതാണ് ഗൈസ് കൊല്ലത്തിന്റെ സ്റ്റുഡിയോ. മാപ്പിൽ എത്ര 7 മിനിറ്റും കൂടെ കാണിക്കുന്നത്. 7 മിനിറ്റ് സത്യം പറഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. നമ്മൾ 1:05 ഇത് കിട്ടി വരുമ്പോൾ എത്ര ആകുമെന്ന് പറഞ്ഞുകൂടാ. ഈ സമയത്ത് അവർ ഫുഡും കഴിക്കാൻ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഞാനിനി പോയി നൈസിന് എൻ്റെ ഫോണൊന്നും കൊണ്ടുപോയി കാണിക്കട്ടെ ഗൈസ്. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ വന്നിട്ട് പറയാം. ഓ യെസ്, അങ്ങനെ ഞാൻ ഫോൺ കൊണ്ട് കൊടുത്തു കേട്ടോ. 3 മണിക്കൂർ പിടിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പം സമയം എത്രയമ്മേ? ഇപ്പോൾ സമയം 1:30 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ നല്ല സമയം പിടിക്കും. പോസ്റ്റാണ് ഗൈസ്. ഞാനും മമ്മിയും ഇവിടെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എവിടെയെങ്കിലും പോയി നല്ലൊരു ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചേച്ച് വന്നിട്ട് ഇവിടുന്ന് ഫോൺ കളക്ട് ചെയ്യും. ഇവർ വിളിക്കും, അപ്പോഴത്തേന് ചെന്നാൽ മതി. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. അടുത്ത ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് നോക്കട്ടെ. മമ്മിക്ക് സാധാ ഊണാണ് വേണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടോ, ഞാനും മമ്മി. ഒരു വാഴയിലയിലെ ഫുഡായിരുന്നു. നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു. കടയുടെ പേരെന്തുവായിരുന്നു മമ്മി? AK ലക്സ്. അതെന്ന് പറഞ്ഞാൽ KFC ഇല്ലേ, KFCയുടെ ഓപ്പോസിറ്റ് ആട്ടോ. നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനി എന്താ അടുത്ത പരിപാടി? നമുക്ക് കൊല്ലം ബീച്ചിൽ പോയാലോ? ഇച്ചിരിയേ ഉള്ളൂ, പോന്നോ? യെസ്, അങ്ങനെയാണ് ഞങ്ങൾ കൊല്ലം ബീച്ചിലോട്ട് പോകാൻ ആണ്. അപ്പം അങ്ങനെയാണ് കൊല്ലത്ത് ബീച്ചിലോട്ട് പോകാം. ഇവിടുന്ന് എത്ര ഉണ്ടോ നോക്കട്ടെ. 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി കൊല്ലം ബീച്ചിലോട്ട് പോവാണ് ഗൈസ്. അതാണ് ബീച്ച്. ഉണ്ടോ മീ? എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വെയിലത്ത് ബീച്ചിൽ പോയ കോമഡി ആയിരിക്കും. കാലാവസ്ഥയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. നല്ല വെയിലില്ല. നോക്കാം. ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട്, ശരിയാ. നമ്മൾ ബീച്ചിൽ വന്നിട്ട് കുറച്ച് ദിവസമായി അല്ലേ? കുറച്ച് നാളായി. എല്ലാവരും നമ്മൾ വന്നതാണ്. നമുക്ക് എന്നാലും ആ റെഡ് എഴുതിയേക്കുന്നുണ്ടോ? അതിനപ്പുറം പോകുന്നുണ്ട്. ആ, ഇത് കിട്ടിയിരിക്കുന്നില്ലേ? അതിനപ്പുറത്തോട്ട് അവിടെ തിരയടിക്കുന്ന സമയം. എവിടെ? ഫ്രണ്ടിലോട്ട് പോയി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകും. എന്താ കാല് എനിക്ക് എന്താ ചുമ്മാ നടക്ക്. കോമഡി. ഇവിടം വരെ വന്നിട്ട് മമ്മിക്ക് എന്തിനായിരുന്നു പിന്നെ മമ്മിക്ക് ബീച്ച് കാണാനോ? ഞാൻ കരുതി മമ്മി ഇറങ്ങി മമ്മി നീന്തുമായിരിക്കും. ആ, അതിന് അത് ശരിയാ, അത് ശരിയാ. 3 മണിക്കൂർ എടുക്കത്തില്ല, അതിന് മുമ്പേ തീരും. അവരൊരു 3 മണിക്കൂർ ഡെഡ് ലൈനാണ് പറഞ്ഞേക്കുന്നത്. നനവുണ്ടല്ലേ ഇവിടം വരെ? നല്ല നനവുണ്ട്. രാത്രിയാ? വൈകുന്നേരമാ? മമ്മി
അവിടെ വൻ ഫോണിൽ സംസാരം ഗൈസ്. മമ്മി അവിടെ ഫോണിൽ സംസാരം, ഞാൻ ഇവിടെ കട്ട പോസ്റ്റാണ്. എങ്ങനെയുണ്ടോ ഈ ബീച്ച്? നല്ലതാ. ഇവിടെ വൈകുന്നേരം വരുമ്പോൾ ആൾക്കാരിപ്പം കുറവാ. വൈകുന്നേരം വരുമ്പോൾ ഇതിലും ആൾക്കാരെ കാണാം. ഇവിടെ ആൾക്കാരുണ്ട്, ഇച്ചിരി കുറവാ. അറിഞ്ഞൂടാ. ഈ ഒരു കൂടെ പ്രത്യേകത താന്നിരിക്കുന്നു, ഒന്നുമില്ല. അങ്ങനെ വെച്ചാന്ന് ആർക്കറിയാം. മമ്മി അങ്ങനെ കാലാവസ്ഥ അല്ല, നല്ല കാറ്റുണ്ട്. നല്ല കാലാവസ്ഥ, നല്ല കാറ്റും ചൂടുമില്ല. ഈ സമയത്ത് 2:30 എന്ന് പറഞ്ഞാൽ നല്ല ചൂട് വരേണ്ട സമയം. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എന്നുവെച്ചാ സൂര്യൻ അസ്തമിക്കുമ്പോൾ. അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും. എടാ കൊള്ളല പരിപാടി, കൊള്ളാം. അത് കലക്കി കേട്ടാ, അത് അടിപൊളിയാണ്. വേൾഡ് കപ്പ് സീസൺ ആയതുകൊണ്ട് ഇവിടെ എല്ലാം മറ്റേ ബ്രസീലിൻ്റെ അർജന്റീനയുടെ ഒക്കെ കൊടിയും ഫ്ലെക്സും. അങ്ങനെ നീണ്ടവരെ വന്ന് മീൻ മേടിച്ചേ. മീനൊന്നും മേടിച്ചൊന്നുമില്ല. മീൻ മേടിക്കാൻ പറ്റത്തില്ല, ലേലം. അതെ ഇച്ചിരിയായിട്ടൊന്നും കിട്ടത്തില്ല. ബൾക്കിന് മേടിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഈ കല്യാണ പരിപാടിക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആയി. 2 പാരയ്ക്ക് 2800 രൂപ. 1800 രൂപ. 2000 അവര് പറഞ്ഞു. 1800 രൂപ. ഇപ്പൊ ഞങ്ങൾ നേരെ കടയിലോട്ട് പോകും. നോക്കട്ടെ, തിരക്കട്ടെ എന്ത് സംഭവം. ഇനിയിപ്പോ കുറച്ചു നേരം കടയിരിക്കാം. മമ്മിയാണ് എൻ്റെ ഗൂഗിൾ മാപ്പ്. മമ്മിയാണ് എനിക്ക് വഴി പറഞ്ഞു തരുന്ന ആൾ. യെസ്, അങ്ങനെ എൻ്റെ ഫോൺ കിട്ടി ഗൈസ്. ഇതാണ് ഫോൺ. റെഡിയായി കേട്ടോ. അതാണ്ട് അയ്യോ, അതാണ്ട് ഓൺ ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഒരു സന്തോഷം കേട്ടോ. ചത്ത ഫോൺ പിന്നെയും ജീവനോട് തിരിച്ചു കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അയ്യോ, എന്തോ നോക്കുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഇത് കിട്ടില്ല ഫോണായിരുന്നു. എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എനിക്കൊന്ന് ഐക്യൂൻ്റെ ഫസ്റ്റ് ഫോണായിരുന്നു. 2 ചിപ്പുള്ള ഫോൺ ഇറങ്ങി. IQ7 ആയിരുന്നു ഫസ്റ്റ് ഫോൺ. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഒന്ന് നോർമൽ കാര്യങ്ങൾക്കും ഒന്ന് ഗെയിമിങ്ങിന് വേണ്ടി. അങ്ങനെ 2 ചിപ്പ് ഉണ്ടായിരുന്നു. ഡ്യുവൽ ചിപ്പായിരുന്നു ഫോൺ. അങ്ങനത്തെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉള്ള കിടക്കാച്ചി ഫോണായത്. ഞാൻ കളയാൻ തോന്നിയില്ല. അങ്ങനെ ഇത് സാധനം റെഡിയാക്കി എടുത്ത് ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. രാവിലെ ഇറങ്ങിയതാണ് ഞാനും മമ്മിയും കൂടെ. ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ കൂടെ ഇന്നത്തെ ദിവസം മൊത്തം മമ്മിയുടെ കൂടെ ആയിരുന്നു. കൊല്ലം മൊത്തം എക്സ്പ്ലോർ ചെയ്തു. മൊത്തമല്ല, കൊല്ലം ബീച്ചും പിന്നെ നീണ്ടേരയും പിന്നെ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് വാഴയിൽ ചോറ് കഴിച്ച്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.